കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സന്ധ്യാസമയവും പ്രഭാത സമയവുമായിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുകയാണല്ലോ. അന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കുന്നത് 2 കൊരിന്ത്യർ 3:16, 17, 18 വാക്യം. 16 കർത്താവിലേക്ക് തിരിയുമ്പോൾ അതാണോ? അതെ, മൂടുപടം നീങ്ങിപ്പോവും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. സന്ധ്യാസമയം പ്രഭാത സമയമായിട്ട് നിന്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നല്ലോ കർത്താവെ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായ സ്തോത്രം കർത്താവെ. നിന്റെ ആത്മാവുള്ളടുത്ത് സാന്ദ്രമുണ്ട് കർത്താവെ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലമായിട്ട് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവെ. വിടുതൽ പ്രാപിച്ച് കർത്താവെ. എല്ലാ ദുഃഖങ്ങൾ കർത്താവിന്റെ നാമത്തിൽ തകരട്ട് കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിനാൽ ഞങ്ങളെ നിറച്ചാട്ട് കർത്താവെ. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവെ, അവിടുത്തെ അതേ പ്രതിമയായിട്ട് ഞങ്ങൾക്ക് രൂപാന്തരപ്പെടുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. എല്ലാ മാനവമൂത്വം കർത്താവിനെ അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. കപ്പാവായിട്ട് കൂടിയിരുന്ന കർത്താവെ, നീ അവിടുന്ന് അവിടുത്തെ ഹിതം പ്രകാരം ഞങ്ങൾക്ക് സംസാരിപ്പാൻ വേണ്ട കൃപ തന്നാട്ട് കർത്താവെ. എല്ലാ കൃപകളായി നിറച്ചാട്ടെ. യേശുവിന്റെ ധ്യാനമുള്ള നാമത്തിൽ യാചിക്കുന്നു, കൃപയായി കേൾക്കണമേ. ആമീൻ, 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 ആമീൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയമാണ് ഇവിടെ. അവിടെയും പ്രഭാത സമയമാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കർത്താവ് നമ്മോട് സംസാരിക്കണം. നമ്മുടെ മനുഷ്യ വാക്കുകളല്ല, കർത്താവിന്റെ ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമ്മളായിരിക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് ആത്മാവാകുന്നു. ഹല്ലേലൂയ. ആത്മാവിലെ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങുന്ന കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു രൂപാന്തരത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അല്പസമയം വചനം ചിന്തിച്ചതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എങ്ങനെ നമുക്ക് നീതീകരണം പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവിനെ എന്ത് ചെയ്തു? ദൈവം ക്രിസ്തുവിനെ പാപമാക്കിയിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് നോക്കുമ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് വചനം. ഒരു തെറ്റ് കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ്. അതാണ് അതിൻ്റെ മീനിങ്. ഹല്ലേലൂയ. അവന് ശിക്ഷ കൊടുക്കണം. എന്നാൽ ആ കർത്താവ് നമുക്ക് കിട്ടേണ്ട ശിക്ഷ അവന്റെ വേച്ചുവത്തെ. ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് ജസ്റ്റിഫിക്കേഷൻ. യു ആർ ഫ്രീ. ഹല്ലേലൂയ. നമ്മളെ ഫ്രീ ആക്കി വിട്ടു. ഹല്ലേലൂയ. ഇനിയും കർത്താവിന്റെ ആ ഗലേഷ്യൻസ് അവിടെ 4-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും പ്രസവപ്പെടുന്ന കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഹല്ലേലൂയ. അപ്പോഴേ നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വചനം കേട്ടു. ഹല്ലേലൂയ. ഒരു വിത്ത് നമ്മളിൽ വന്നു. ഹല്ലേലൂയ. പിന്നെ അവിടെ ഈ കുഞ്ഞ് ക്രിസ്തു നമ്മളിൽ എന്ത് ചെയ്യണം? ജനിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ആ ക്രിസ്തു എന്ത് ചെയ്യണം? നമ്മളിൽ വളരണം. ക്രിസ്തു അല്ല വളരേണ്ടത്, നമ്മൾ ആ ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിനനുസരിച്ച് ആ ക്രിസ്തു എന്ന തലയോളം നാം എന്ത് ചെയ്യണം? വളരണം. ഹല്ലേലൂയ. അതിനായി നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? നമ്മളെ ഒന്ന് സാന്റിഫിക്കേഷൻ, അതാണ് ഇംഗ്ലീഷിൽ ആ വേർഡ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സെയിന്റ് ആക്കി കർത്താവ് മാറ്റുക. ആ വേർഡ് സെയിന്റ് എന്നുള്ള വേർഡിലാണ് ഈ സാന്റിഫിക്കേഷൻ വന്നത്. ഹല്ലേലൂയ. ഇംഗ്ലീഷിലാണെന്നേൽ സാന്റിഫിക്കേഷൻ എന്ന വേർഡുണ്ട്, പിന്നെ ഹോളിനെസ് എന്നുണ്ട്. അപ്പം മലയാളത്തിൽ ഇതിനെല്ലാം ഒരു വേർഡാണ്, വിശുദ്ധീകരണം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും. എന്താണ് അവിടെ എക്സാക്റ്റ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, അതായത് ഒരു കാര്യം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നതിനാണ് വിശുദ്ധീകരണം എന്ന് ആക്ച്വലി അത് ഉപയോഗിക്കുന്നത്. പക്ഷെ സാന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകം,
ഹല്ലേലൂയ. പുറം അകോ ഒരു പോണക്ക് കർത്താവിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ലൈനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ക്രിസ്തു നിങ്ങൾ എന്ത് ചെയ്യണം? ഉരുവാകണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ വന്ന് ഒന്ന് വീണ്ടും ജനനം എന്ന് പറഞ്ഞ ഒരു ജനനം ഉണ്ടായി. ആ കുഞ്ഞ് പുറത്ത് വന്ന് കുഞ്ഞ് എന്ത് ചെയ്യണം? വളർച്ച പ്രാപിക്കണം. എവിടെ വരെ വളർച്ച പ്രാപിക്കണം? ക്രിസ്തു എന്ന തലയോളം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ ദൈവം എന്ത് ചെയ്യാം? മറക്കുക. ഹല്ലേലൂയ. അതിനെ മായ്ച്ചു കളയുക. ബർജ് ഔട്ട്. ഹല്ലേലൂയ. അതിനെ ശുദ്ധീകരിച്ച് അതിനാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. രക്തം എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളത് വിശ്വസിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ നാം അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കർത്താവ് മരിച്ചു, കാര്യം ശരിയാ. പക്ഷെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ അത് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും വേണം. ഹല്ലേലൂയ. അപ്പോഴേ അന്ന് മുതൽ ഒരു പ്രവൃത്തി കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുക. അതാ വചനം പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ നാളോളം അതിനെ എന്ത് ചെയ്യാം? തികയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി, കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുക. ഹല്ലേലൂയ. അടുത്ത ആ പ്രോസസ്സ് എന്താണ്? വിളിച്ചവരെ നീതീകരിച്ചവരെ എന്ത് ചെയ്യുക? തേജസ്കരിക്കുക. അപ്പൊ ഈ തേജസ്കരിക്കുന്നതിന്റെയും ഈ ജസ്റ്റിഫിക്കേഷന്റെ ആ പ്രോസസ്സിന്റെ ഇടയിലുള്ളതാണ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? സാങ്ക്ടിഫൈ ചെയ്യുക. അപ്പൊ ഈ ഒരു നീതീകരണം നടക്കണമെങ്കിൽ, ആ കർത്താവിനോട് നമ്മളെ നിരപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ക്യാരക്ടറിന് നമ്മളൊപ്പം ആകണം. നമ്മൾ ജനിച്ച് നമ്മുടെ ആ പഴയ മനുഷ്യൻ അവിടെ ഇരിക്കുക. ചെറിയ ഈ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുക? ഉരിഞ്ഞു കളയണം. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ വിചാരിക്കുക ഒഴിഞ്ഞു കളയാം. ഒക്കത്തില്ല. പഴയ ജഡീയ സ്വഭാവങ്ങൾ നമ്മളിൽ എന്ത് ചെയ്യുക? മുറുകെ പാവങ്ങളെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ പിടിച്ച് വെച്ചിരിക്കുക. പഴയ മനുഷ്യന്റെ ആ സ്വഭാവങ്ങളൊക്കെ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും? കയറി വരും. അപ്പോഴേ എത്ര ട്രെയിൻ ചെയ്താൽ ആ പഴയ മനുഷ്യൻ ചിലപ്പോഴെന്ത് ചെയ്യും? അവിടെ മുറുകെ പറ്റുന്ന പാവമായിട്ടൊക്കെ കയറി വരും. ചില സമയത്താണ് നമ്മൾ ചിലപ്പോൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുക? ദേഷ്യം വന്നു കഴിയുമ്പോഴറിയുന്ന, അയ്യോ കർത്താവേ ദേഷ്യം വന്നു പോയല്ലോ. നമ്മളതിനെയൊക്കെ അങ്ങനെ പിടിക്കാൻ അതാണ് ശോധന വരുവോളം. ഹല്ലേലൂയ. 17 വർഷം യോസഫിനെ ആ ചങ്ങലയിൽ ഇട്ടപ്പോൾ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യുക? അവന്റെ ക്യാരക്ടർ കർത്താവ് എന്ത് ചെയ്യുക? ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. അതുമാതിരി നമുക്കൊരു സാന്റിഫിക്കേഷൻ, ഒരു വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് നാം ഒന്ന് വളർന്നു വരുമ്പോൾ, വചനം പറയുന്നത് ക്രിസ്തു എന്ന തലയോളം നാം ഒന്ന് വളർന്നു വരുമ്പോൾ കർത്താവിന് നമ്മളെ യൂസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം കർത്താവിനെ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണമാണ്, റിന്യൂവേഷൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പം കർത്താവ് എന്ത് ചെയ്യുക? നമ്മളിൽ വസിക്കും. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ക്രിസ്തുവിലും വസിക്കണം, ക്രിസ്തു നമ്മളിൽ. നാം ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മളിലോട്ട് വരണം. നമ്മുടെ ആ പഴയ സ്വഭാവങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ, ദൈവത്തിന് ഹിതമല്ലാത്ത സ്വഭാവമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതാണ് കൊലോസ്യരിലെ 3:11 ക്രിസ്തു എല്ലാം ആകുന്നു, എല്ലാവരിലും എല്ലാം ആകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് 1 കൊരിന്ത്യർ 3:16 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങള്. ക്രിസ്തു നിങ്ങളിൽ മാത്രമല്ല, ദൈവം നമ്മളിലും ഉണ്ട്. ഹല്ലേലൂയ. 1 കൊരിന്ത്യരിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യരിൽ 6 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ഹല്ലേലൂയ. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ നമ്മളുള്ളില് ഒരു ദൈവാലയമാണ്, ടെമ്പിൾ ഓഫ് ഗോഡാ. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് വസിക്കണം. ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യുകയാണ്
പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുക, അതിനായിട്ട് ഒരുക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്ന് രാത്രി, കർത്താവേ, എൻ്റെ ഉള്ളിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി എന്നിൽ കൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മളിപ്പോഴും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, പിള്ളേരെ ചോക്ലേറ്റ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന മാതിരി നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞത്, നിന്നെ അതിനെല്ലാം എന്ത് ചെയ്യുക, ഞാൻ അവകാശിയാക്കി വെച്ചിരിക്കുക. അവനിൽ നമുക്ക് അവകാശവും പ്രാപിച്ചെന്ന. പക്ഷെ ആ അവകാശം നമ്മളിപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ മലയോട് മാറി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയും മാറത്തില്ല, ഒന്നും മാറത്തില്ല. എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു എന്ന തലയോളം, ആ പരിജ്ഞാനത്തോളം നമ്മൾ എന്ത് ചെയ്യണം, വളരണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ ക്ലിയർ ആയിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. 3:14 മുതൽ നമ്മൾ വായിക്കുമ്പോഴേ, അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ എല്ലാ നിറവോളും എന്ത് ചെയ്യണം, നമ്മള് നിറഞ്ഞു വരണം. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി വീതി നീളവും ഉയരവും ആഴവും എന്ന് വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുകയും വേണം. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ദൈവത്തിന്റെ എല്ലാ നിറവുകളും എന്ത് ചെയ്യണം, നിറഞ്ഞു വരികയും വേണം. അത് കഴിഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ വായിക്കുമ്പോഴേ, എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നാം ഈ നിറവിൽ ഒന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കർത്താവിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു പെർഫെക്ഷനിലേക്ക് ദൈവം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ, ദൈവത്തിന്റെ എല്ലാ നിറവോളം എന്ത് ചെയ്യുക, നാം ഒന്ന് വളർച്ച പ്രാപിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ഒരു വിത്ത് വളർന്ന് ഒരു കടുമണി എന്ത് ചെയ്യുക, ഒന്ന് വളർന്ന് ഒരു വൃക്ഷമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പറവകൾക്ക് വന്നിരിക്കാനും അതിൽ നിന്ന് ഫലം ലഭിക്കാനും കഴിയുള്ളൂ. അത് ചെറിയൊരു മണിയായിരിക്കുന്നിടത്തോളം അതിനൊന്നും ചെയ്യാൻ അതിനെയും കൊണ്ട് വലിയ പ്രയോജനം ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്നും ആ കുഞ്ഞായിട്ടിരിക്കാതെ ഹല്ലേലൂയ ക്രിസ്തുവിൽ ഒന്ന് വളർന്ന് ഹല്ലേലൂയ ഒന്ന് ഫലം കായ്ച്ച് ആ കർത്താവിന്റെ എല്ലാ നിറവുകളും ഒന്ന് നിറഞ്ഞു വരുവാനുള്ള ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ ഗലാത്യ ലേഖനം വാക്യത്തില് ഞാനെന്തോ അങ്ങ് വേദനിക്കുന്നു. അങ്ങനെ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഞാനങ്ങ് വേദനിക്കുന്നു, ഇല്ലേ? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. നിങ്ങളിൽ ഉരുവാകുവോളോ ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞു വരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ നിറവോളമൊന്നും ആയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോഴേ ആ ഒരു നിറവോളം നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളെ അവകാശിയാകുകയുള്ളൂ. അതാണ് താഴത്തെ വാക്യത്തിൽ പറഞ്ഞ തിരുവെഴുത്തോ അതിന്റെ 30-ാം വാക്യത്തിലെ തിരുവെഴുത്തോ എന്ത് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ പാപത്തിന്റെ ഈ ദാസ്യത്തിൽ നിന്ന് നമ്മളൊന്ന് വിടുതലായി പ്രാപിച്ചിട്ട് ഹല്ലേലൂയ ആ ദാസ്യം മാറിക്കഴിയുമ്പോഴേ നമുക്ക് ആ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവകാശിയാകുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ, ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ശക്തിയോടെ നമ്മുടെ ഉള്ളിൽ ഒന്ന് ബലപ്പെട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ദാസിയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്താക്കാൻ പറ്റും. ഈ പാപം ചെയ്യുന്ന പാപത്തിന് ദാസ്യം പലപ്പോഴും നമ്മുടെ ഈ ജഡിക സ്വഭാവങ്ങള് ഒന്ന് കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് നമുക്കൊന്ന് വിടുതൽ കിട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവകാശം
പ്രാപിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആ അവകാശം പ്രാപിക്കണം. അതാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങ് വിഷമിക്കുക. ക്രിസ്തു നിങ്ങളിലൊന്ന് ഉരുവായി വന്ന് ക്രിസ്തു നിങ്ങളിൽ കൂടി ഇരുന്ന് കർത്താവിന്റെ വേലയൊന്ന് ചെയ്യുവാൻ കർത്താവ് എന്ത് ചെയ്യാം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴേ ആ രക്ഷയുടെ ഒരു വീണ്ടെടുപ്പ് കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മളൊരു പാർട്ടിയെ ഒരു നല്ലൊരു ഒരു ജോബിന് വേണ്ടി ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിനനുസരിച്ച് ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബെനിഫിറ്റ് കിട്ടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല, ഏബിൾ അല്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ആ മനുഷ്യൻ അതിനോളം പ്രാപിക്കണം. ആ ഒരു ജോലി ചെയ്യുവാൻ ആവശ്യമായ സ്കില്ല് ലഭിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു, ഒരുക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യർ ലേഖനത്തിൽ അത് നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളത് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിനകത്ത് എഫേസ്യർ ലേഖനം 1:17 വാക്യം, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത എന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിനെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ലഭിക്കണമെങ്കിൽ അതെന്താണ്? അതിന്റെ 17 വാക്യത്തിന്റെ മിഡിൽ എഴുതുന്നുണ്ട്, പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം, ലഭിക്കണം. ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നൊന്ന് അറിയണം. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്നതെന്ന് അറിയണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ പറ്റി എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം ഈ പണ്ട് ഈ ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടില്ലേ, ധർമ്മം തിരിച്ചറിയുന്നതാണ് എന്തുവാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഹല്ലേലൂയ. ഈ പുരാണത്തിലെ ധർമ്മേഷ്ഠൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ കൊണ്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഒന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അതാണ് വിളിയാലുള്ള ആശ ഇന്നതെന്നൊന്ന് അറിയണം. ഹല്ലേലൂയ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പിന്നെ നമ്മൾ ആ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആകുക. നിങ്ങളൊരു പ്രവൃത്തി ആരംഭിച്ചവൻ, അല്ലെങ്കിൽ നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ എന്ത് ചെയ്യാം, സാധ്യമാകുക. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന്റെ ആ ഒരു കൃപകൾ ഇങ്ങോട്ട് കർത്താവ് പകരുന്നത്. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങളും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വം അതിന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ പവറും അധികാരവും ആർക്കാ കൊടുത്തിരിക്കുന്നത്? കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക്. അത് നമ്മൾ പ്രാപിക്കാനുള്ള ഈ എബിലിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം നമ്മൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തും. കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വലിയ അധികാരങ്ങള്, ഈ വാഴ്ചകളെ അധികാരങ്ങളെ ഒക്കെ ആയുധവർഗം വെപ്പിച്ചിട്ട് അതിന്റെ ആ പവർ നമുക്ക് തന്നിരിക്കുക. ഒരു രാജ്യത്തിന് നമ്മളെ പ്രസിഡന്റ് ആക്കിയും അവിടുത്തെ ജനറലായിട്ടും നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. പക്ഷെ രാജ്യത്തിന്റെ ABCD അറിയത്തില്ല, രാജ്യം ഭരിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യാം, അവനെ കൊണ്ട് ഒരു കാര്യമില്ല. അവൻ എന്ത് ചെയ്യണം? പുത്രത്വം പ്രാപിക്കണം. എങ്കിലേ എന്ത് ചെയ്യാവുള്ളൂ, അവന് പുത്രത്വത്തിന്റെ അധികാരം കൂടെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിയ ചെയ്യുക. നാം ആ പുത്രത്വം പ്രാപിച്ച് ആ ക്രിസ്തുവിന്റെ ആ ദിഗോളം ഒന്ന് തികഞ്ഞു വരണം. ഹല്ലേലൂയ. ആ അധികാരം ഒന്ന് പ്രാപിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതാണ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു ഈ മുടന്തൻ? ഇല്ലേ, അപ്പോസ്തല പ്രവൃത്തിയില്ലേ, ദേവാലയത്തിൽ എന്ന് വരുന്ന യാചിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് കണ്ടു. എത്രയോ ശാസ്ത്രിമാരും
സദൂക്യരെ ഒക്കെ അതുവഴി കടന്നുപോയി. ആർക്കും ഒന്നും അവനെ വിടുവിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. എന്നാൽ കാൽവറിയിൽ മാനവജാതിക്ക് വേണ്ടി വന്ന് ഹല്ലേലൂയ സ്വജീവനെ വെടിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് അവിടുത്തെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര ഹല്ലേലൂയ വലിയവനാണെന്ന് നോക്കിക്കോ. സർവ്വത്തിന്റെയും ഉടയവനായ ദൈവം ഹല്ലേലൂയ നമ്മെ തേടി വന്നു. ഹല്ലേലൂയ കാണാതെ പോയതിനെ തേടി വന്ന് നമ്മെ എന്ത് ചെയ്യുക? അവന്റെ ഒരു മകനാക്കി തീർത്ത് ആ അവകാശം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു രക്ഷയുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്തത് ആ ഒരു കർത്താവിന്റെ ഒരു നീതീകരണം, നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തോട് നിരപ്പിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ അവയിൽ ഒരു പ്രക്രിയ കർത്താവ് അവന്റെ ജീവിതം ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങുക. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മളെ എന്ത് ചെയ്യുക? സെപ്പറേറ്റഡ്. അവനെയാണ് വിളിച്ച് വിശുദ്ധന്മാർക്ക് എഴുതുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് വിശുദ്ധീകരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങ് ലേബൽ ചെയ്തിരിക്കുക. പക്ഷെ നമ്മൾ മുഴുവൻ സാന്റിഫിക്കേഷൻ പ്രാപിച്ചിട്ടില്ല. അത് എന്ത് ചെയ്യുക? സാന്റിഫിക്കേഷൻ ഒരു പ്രോസസ്സാ. ഹല്ലേലൂയ. അതാണ് അവൻ വിളിച്ചവരെ എന്ത് ചെയ്തു? നീതീകരിച്ചരും. ഇല്ലേ പത്രോസിന്റെ ലേഖനത്തിലെ 1 പത്രോസിലെ എങ്ങനെ എഴുതിയിരിക്കുന്നേ? സോറി 2 പത്രോസ് റോമാലേഖനം 8:29 നീതീകരിച്ചു. കിട്ടിയെങ്കിൽ വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം അത് 29. അവൻ റോമാലേഖനം 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നാം അവന്റെ സ്വരൂപത്തോടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ ഹല്ലേലൂയ നമ്മെ എന്ത് ചെയ്യുക? അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിളിക്കപ്പെട്ടവർ അനേകരാ. പക്ഷെങ്കില് ഈ സ്വഭാവത്തോട് അനുരൂപമായി വരുവാൻ, ആ പരീക്ഷയൊക്കെ പാസ്സായി വരുവാൻ വളരെ ഇച്ചിരി പാടാണ്. അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നാം ദൈവത്തോട് പറയാ അല്ലെ. അപ്പൊ അവിടുത്തെ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേജസ്കരണമാ. ഹല്ലേലൂയ. സകല സൃഷ്ടിയും ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താ? ഈ ശരീരത്തിന്റെ ആ വീണ്ടെടുപ്പായ ആ തേജസ്കരണത്തിനായിട്ട് കാത്തിരിക്കുക. നമ്മൾ വായിച്ച വാക്യത്തിലും അതാണ്. ആ തേജസിന്റെ എന്ത് ചെയ്യുക? നിങ്ങളെ ഒന്ന് ആ തേജസ്കരണം പ്രാപിക്കണം. ആ ക്രിസ്തുവിന്റെ ആ സ്വഭാവം ഒന്ന് ആക്കണം. ഇന്ന് കർത്താവ് വന്നാൽ ഹല്ലേലൂയ ആ തേജസിന്റെ ആ രൂപത്തിലുള്ള മാലിന്യങ്ങളൊക്കെ മാറി ആ കണ്ണാടി പോലൊക്കെ കർത്താവിന്റെ സ്വഭാവം പ്രതിബിംബിക്കുന്നവരായിട്ട് നാം ആയിട്ടുണ്ടോ? ഇല്ലേ? ആ ഒരു വളർച്ച നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? നമ്മളെ പറ്റി ഒരു വേർഡ് അവിടെ പറയുന്നുണ്ട്, അങ്ങനെ ഇല്ലാത്തവൻ കുരുടൻ. അല്ലേ? പത്രോസ് 1 പത്രോസ് ക്രിസ്തുദൃഷ്ടിയുള്ളവൻ. ഹല്ലേലൂയ. 2 പത്രോസ് 6 വാക്യത്തിലെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, 2 പത്രോസ് 1:6 നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിജവും, ഇന്ദ്രിജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി എന്ത് ചെയ്യണം? വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനാകുന്നു. അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി കർത്താവ് തന്നിരിക്കുക. വിളിയും തിരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പാക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ നിത്യരാജ്യത്തിലേക്കുള്ള വിസ 100% ഗ്യാരണ്ടി ആക്കാനുള്ള കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് എന്ത് ചെയ്യണം? ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല.
എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം നമ്മൾ എന്ത് ചെയ്യണം? വളർന്നു വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ തേജസ് ഹല്ലേലൂയ തേജസ്കരിക്കണം. ഹല്ലേലൂയ കർത്താവ് വരുമ്പോൾ ഈ ശരീരം എന്ത് ചെയ്യണം? തേജസ്സായ ശരീരമായിട്ട് രൂപാന്തരപ്പെടണം. അത് നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാ. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരുടെ നിന്നുള്ള ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിലുണ്ട് ഇല്ലേ, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവന്റെ തേജസ്സുള്ള ശരീരത്തോടെ അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിലെ അത് എഴുതിയിരിക്കുന്നത് വേറൊരു വിധത്തിലാ. അവനെയും 3:10 അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ നിമിത്തം എല്ലാം ചവറന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. ഹല്ലേലൂയ. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിലോട്ട് വരുമ്പോഴാണ് ഹല്ലേലൂയ അതിന്റെ 21-ാം വാക്യത്തില് എഴുതിയിരിക്കുന്നത് എന്താണ്? ഫിലിപ്പിയ ലേഖനം എനിക്ക് കീഴ്പ്പെടുത്തുവാനും കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം ഹല്ലേലൂയ ഒന്ന് രൂപാന്തരപ്പെടണമെങ്കിൽ ക്രിസ്തു നമ്മളിൽ വ്യാപരിച്ച ആത്മാവിന്റെ ഒരു ശക്തിയാല് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് നാം മാറിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് ഇപ്പൊ പൗലോസ് പുസ്തകം വീണ്ടും ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ പഴയ മനുഷ്യൻ അതിന്റെ പ്രവൃത്തികളോട് അതിനെ എന്ത് ചെയ്യാം? ഉരിഞ്ഞു കളഞ്ഞ് ആ ദൈവാനുരൂപമായി സൃഷ്ടിച്ച പുതിയ മനുഷ്യനെ എന്ത് ചെയ്യുക? ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ ധരിക്കുമ്പോൾ മാത്രമേ ഹല്ലേലൂയ അപ്പോഴേ ക്രിസ്തുവിൽ ഈ ശരീരത്തിന്റെ ഒരു രൂപാന്തരം പ്രാപിച്ചില്ലെങ്കിൽ എന്താണ്? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രാപിക്കത്തില്ലെന്ന. മനസ്സാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാം കഴിഞ്ഞു, കാഹളം ചെയ്ത് ശബ്ദം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊത്ത് ആയിരിക്കുകയാണ് കർത്താവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. സകല മനുഷ്യരും എന്ത് ചെയ്യുക? രക്ഷ പ്രാപിക്കണം ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷെ വചനം പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഹല്ലേലൂയ. ആ ഒരു ശുദ്ധീകരണ പ്രോസസ്സിലേക്ക് കർത്താവേ എന്നെ നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ക്രിയ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിനാണ് വേണ്ടി എന്ത് ചെയ്യുന്നത്? മോശയുടെ പുസ്തകം നമ്മൾ വായിച്ച വാക്യത്തില് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മൾ വായിച്ചത്. മോശയുടെ പുസ്തകം മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക? കിടക്കുക. പക്ഷെങ്കില് കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ മൂടുപടം നീങ്ങിയെങ്കിൽ മാത്രമേ, ഈ മൂടുപടം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെയൊക്കെ ശരിക്കും കാണാൻ പറ്റുമോ? ഈ കർത്താവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഈ ബുർക്ക ധരിച്ചുകൊണ്ടൊക്കെ ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയത്തില്ലേ, അവരെ കണ്ണൂടെ പൂടി കെട്ടിക്കൊണ്ടാ വരുന്നത്. എന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, ഒരു കാഴ്ച ശരിയാകത്തില്ല, ദൃഷ്ടിയാണ്. എന്നാൽ മൂടുപടം നീങ്ങി ആത്മാവ് നമ്മുടെ ആ മൂടുപടം ഒന്ന് മാറ്റണം. ഹല്ലേലൂയ. എങ്കിൽ കർത്താവിന്റെ തേജസ്സിനെ എങ്ങനെയാണ്? കണ്ണാടി പോണൊക്കെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. ആ രൂപാന്തര പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ അത് ആ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ ആയി കഴിയുമ്പോൾ ഒന്നി നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് എന്തായിരുന്നാലും ഹല്ലേലൂയ നിത്യരാജ്യത്തിലേക്കുള്ള വിസ റെഡി. ഹല്ലേലൂയ. അപ്പം ഈ പരിശുദ്ധാത്മാവാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ കർത്താവിന്റെ ആ മഹത്വത്തിലേക്ക്, തേജസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ എന്ത് ചെയ്യുക? രക്ഷയ്ക്കായി വിളിച്ചത്. ഹല്ലേലൂയ. ആ മഹത്വത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളെ പ്രോസസ് ചെയ്ത് അങ്ങോട്ട് ഉൾനട്ട വചനം ഹല്ലേലൂയ അതിനെ ഒന്ന് പ്രോസസ് ചെയ്ത് നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. ആ വാക്യം കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും
ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ തന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. നാം ഈ മനസ്സൊന്ന് പുതുക്കി, കർത്താവേ എനിക്ക് അവിടെ ചെന്നെത്തിയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. പണ്ടൊരു രാജാവ് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഒരു ഓട്ട മത്സരം വെച്ചു. അതിനകത്ത് ഫസ്റ്റ് കിട്ടുന്നവരെ എന്ത് ചെയ്യും? മകളെ, രാജകുമാരിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യുക? ഓഫർ കൊടുക്കും. ഓഫർ കൊടുത്തിരിക്കുക. അപ്പം പലരും ഇങ്ങനെ ഓടാൻ റെഡി ആയിട്ട് വന്നു. അതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ചില സമ്മാനങ്ങൾ, ചില ഗിഫ്റ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും, നിങ്ങൾ അതൊന്നും തിരിച്ചു തരണ്ട, നിങ്ങൾക്ക് എത്രയും വേണം അത്രയും എടുത്തോണം. ഹല്ലേലൂയ. അപ്പോഴേ അതില് എല്ലാവരും നോക്കിയപ്പോ ഗിഫ്റ്റും ഉണ്ട്. അപ്പം രാജകുമാരിക്ക് വല്ലതും കൊണ്ട കൊടുക്കണ്ടേ? അപ്പൊ പോകുന്ന വഴിയില് ആളുകൾ എന്ത് ചെയ്യുക? ഈ ഗിഫ്റ്റ് ഒക്കെ കാണുമ്പോഴ് ഡയമണ്ടും പിന്നെന്താണ് ബ്രേസ്ലെറ്റും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള്, നല്ല നല്ല വാച്ചസ്, ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ആളുകൾ അതെല്ലാം ഓഡിയോ കൂട്ടത്തിൽ കുറച്ച് പേരെല്ലാം എന്ത് ചെയ്തു? പോക്കറ്റിലൊക്കെ കയറ്റി ഓട്ടം അങ്ങ് സ്ലോ ആയിപ്പോയി. എല്ലാം അറ്റൻഷൻ എങ്ങോട്ട് പോയി? അറ്റൻഷന് ഗോൾ എന്താണ്? രാജകുമാരെ ഫസ്റ്റ് എടുക്കുക. എന്നാല് അറ്റൻഷൻ അങ്ങ് മാറിപ്പോയപ്പോൾ ഓട്ടം അങ്ങ് കുറഞ്ഞു പോയി, സ്പീഡ് അങ്ങ് കുറഞ്ഞു പോയി. എന്നാൽ ഒരു മനുഷ്യന് ഇതൊന്നും നോക്കുന്നില്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവൻ ഇതിനകത്തൊന്നും ഒരു ഫോക്കസിൽ ഒരു ആഗ്രഹമില്ല. അവന്റെ ഫോക്കസ് എങ്ങോട്ടാ? ഹല്ലേലൂയ, ആ ഫിനിഷിംഗ് ലൈനിലോട്ട്. ഹല്ലേലൂയ. ഓടി അവൻ ഫസ്റ്റ് അടിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ രാജകുമാരിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രാജാവിനുള്ള സകലത്തിനും എന്താ? അവകാശിയാ. ഈ ലോകത്തിലേക്ക് ചെറിയ കാര്യങ്ങൾ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അവൻ നിമിത്തം എന്ത് ചെയ്യാ? ഞാൻ സകലതും ശൗറെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്കുള്ള ചില മോഹങ്ങൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഈ പ്രിയനിലും വലിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മളില് വന്ന് നമ്മളെ അറ്റൻഷൻ മാറ്റും. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് സകല ഭാരവും പാപവും വിട്ട് സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഫോക്കസ് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ തേജസ് പ്രാപിക്കുന്നതും ഈ രൂപാന്തരം പ്രാപിക്കുന്നതും, ഇന്നത്തെ ചർച്ചകളിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും പ്രസംഗിക്കത്തില്ല. നമ്മൾ ഈ ചർച്ചയിൽ പോയി ഈ സാന്റിഫിക്കേഷനും വിശുദ്ധീകരണവും ജസ്റ്റിഫിക്കേഷനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവിടെ ക്രിക്കറ്റിന്റെ സമയമായി, ക്രിക്കറ്റ് കളിയുടെ സമയമായി. ഇപ്പം അത് കഴിച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ക്രിക്കറ്റ് കാണിക്കാം. ക്രിക്കറ്റ് കളിയൊക്കെ വേണം നമുക്ക്. പക്ഷെങ്കില് അതിനകത്തോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ഗോള് അൾട്ടിമേറ്റ് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക? നിത്യരാജ്യത്തിൽ കർത്താവിനോടൊത്ത് നിത്യ യുഗം വാഴുക. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ടെമ്പററി ലൈഫാ. ഏറെയായാൽ 70-80. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആയുസിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വയസ്സിനെ പറ്റി അല്ല പറഞ്ഞ്. ഒരു പുരുഷ ഒരു ആയുസെന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ ഇട്ടിരിക്കുക. അത് കഴിഞ്ഞ് 80 കഴിഞ്ഞ് 120 ഇങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അത് നമ്മുടെ സമയമല്ല, നമുക്ക് അതിൽ കൂടുതൽ സമയമുണ്ട്. പക്ഷെങ്കിൽ എത്ര വർഷം നമ്മൾ ജീവിക്കുന്നതല്ല. ഹല്ലേലൂയ. കർത്താവിനായിട്ട് ഹൃദയം കൊടുത്ത് ക്രിസ്തുവിൽ ഒരു വളർച്ച ഉണ്ടോ? അതോ വളർച്ച മുരടിച്ച് നിൽക്കുകയാണോ? സംതിങ് റോങ്ങാ. വളർച്ച ഇല്ലാത്തവന് വേണ്ട. ക്രിസ്തു എന്ന തലയോളം എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ വേണം എന്ത് ചെയ്യണം? അങ്ങോട്ട് ആക്കുവാൻ, അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പെർമിഷൻ, പാസ്പോർട്ട് കൊടുക്കുവാൻ, വിസ കൊടുക്കുവാൻ. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മൾ ഒരു ഫോക്കസ് നമ്മുടെ ഈ ദിവസങ്ങളിൽ ആയിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ച വാക്യത്തില് നമ്മുടെ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന അതാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. തന്നെക്കുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ പറ്റി അറിയാതെ, മണവാളനെ പറ്റി അറിയാതെ മണവാട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മണവാളന്റെ കൂടെ ജീവിക്കാൻ ഒക്കത്തില്ല. ഇല്ലേ? ഇപ്പം 2 ഡോക്ടേഴ്സ് ഒരു മാരേജ് ചിലർ കഴിക്കുമല്ലോ. അപ്പം ചിലർ ഈ ഡോക്ടേഴ്സ് കഴിക്കുന്ന പറഞ്ഞാൽ അവർ ഒരേ എഡ്യൂക്കേഷൻ ലെവലാ. എന്നാലും ഒരു തീരെ അങ്ങ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളിനെ ഒരു ഡോക്ടർ മാരേജ് ചെയ്ത് കഴിഞ്ഞാല് രണ്ടും കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ല. പരിജ്ഞാനത്തിന്റെ പ്രാപ്തി. ഹല്ലേലൂയ. വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ നമ്മളൊന്ന് പ്രാപിച്ച്, ഹല്ലേലൂയ, ക്രിസ്തു എന്ന തലയോളം, അതാണ് അവനിൽ വസിച്ചിട്ട് അവനിൽ വേരൂന്നി,
ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുവാൻ ഇന്ന് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളിലേക്ക് ഒന്ന് ആഴമായിട്ട് ഇറങ്ങണം. അത് ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. തന്നേക്കുള്ള പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെയും ഒക്കെ ഒന്ന് പ്രാപിച്ച് നമ്മുടെ വിളിയാലുള്ള ആ ആശയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, ആ അവകാശം നമ്മളൊന്ന് പ്രാപിക്കണം. അവന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താല് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ് വലിപ്പമൊക്കെ ഒന്ന് അറിയണം. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ ഇപ്പൊ ഈ നമ്മളൊരു രാജ്യത്തേക്ക് ഒരു വീസ കിട്ടി അങ്ങോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ റൂളും ചട്ടവും ഒന്നും അറിയാതെ ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് പിടിച്ചേക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ആ രാജ്യത്തെ പറ്റി ഒരു ഐഡിയ വേണം. ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴേ നമ്മൾ വണ്ടി ഓടിക്കുന്ന മാതിരി അല്ല ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് വണ്ടിയുടെ ഡ്രൈവിങ് സ്റ്റിയറിങ്ങും ഒക്കെ വെക്കുന്നത്. ഈ സിസ്റ്റം അറിയാതെ നമ്മള് നാട്ടിലെ ഓടിച്ചു പോകണമെങ്കിൽ ഇവിടെ ഇട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പിടിച്ച് ജയിലിലിടും. ഹല്ലേലൂയ. അങ്ങനെ ഓടിക്കാൻ പാടില്ല, അങ്ങനത്തെ വാഹനവും അല്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനുള്ള പരിജ്ഞാനം പ്രാപിക്കണം. സ്വർഗത്തെ പറ്റിയുള്ള ഒരു പരിജ്ഞാനം, കർത്താവിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം, നമ്മൾ അതിനാണ് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനാൽ നാം ഒന്ന് നിറയണം. കർത്താവേ ഹല്ലേലൂയ, എന്റെ കണ്ണൊന്ന് പ്രകാശിക്കണമേ. ഹല്ലേലൂയ. നമ്മളൊരു ചെറിയൊരു റിസർവ് ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൗലോസ് പറഞ്ഞ എന്താണ്? നിങ്ങൾ റിസ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷോർട്ട് സൈറ്റ്. മലയാളം വേടിച്ചിട്ട് പാടാ പറയാന്, എന്നാലും ഷോർട്ട് സൈറ്റ് എന്നുള്ള വേർഡാണ് അതിന്റെ. അപ്പൊ ഷോർട്ട് സൈറ്റ് ആയി കഴിഞ്ഞാല് നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങും, മേളത്തെ കാര്യമൊന്നും കാണത്തില്ല. നമ്മൾ ആ ഉയരത്തിലിരിക്കുകയാണ്. ആ ഉയരത്തിലെ കാര്യം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? ഈ ഷോർട്ട് സൈറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഹല്ലേലൂയ കർത്താവേ ആ വിളിയാലുള്ള നാശം എന്നെ അറിയിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ ആ നിറവോളം എന്നെ ഒന്ന് നിറയ്ക്കണമേ. അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഹൃദയം നിറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അതാണ് ആസ്ക് ഇറ്റ് ഷാൽ ബി ഗിവൺ. അതിനെപ്പറ്റി ഒരു വാഞ്ച. ദാഹിക്കുന്നവൻ എന്ത് ചെയ്യാം? ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം കർത്താവിനെ പറ്റിയുള്ള ഒരു ദാഹം. ഹല്ലേലൂയ. എനിക്കും ആ നിത്യരാജ്യത്തില് ഹല്ലേലൂയ എനിക്കൊന്ന് പ്രാപിക്കണം. മത്തായി ലേഖനത്തിലാണ് ഒരു വാക്യം, മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരനെ അവകാശമാക്കുന്നില്ലേ, പിടിച്ചടക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം പിടിച്ചടക്കുക, അതിനുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക കർത്താവ്. ഹല്ലേലൂയ. പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. പിശാച് എങ്ങനെയും കൊണ്ടുവന്ന് ഈ അവകാശം കൊണ്ട് മാറ്റാൻ വേണ്ടി വരിക. നമ്മൾ അതിനനുസരിച്ച് അങ്ങ് ഓടിപ്പോയി ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റത്ത് എത്താൻ പാടാ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മളൊരു ഡിറ്റർമിനേഷൻ, കർത്താവേ ഹല്ലേലൂയ എന്തൊന്ന് വന്നാലും കർത്താവ് എൻ്റെ ആശ, എൻ്റെ ഫോക്കസ് എൻ്റെ കർത്താവിലായിരിക്കട്ടെ. ആ നിത്യരാജ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കണം. അതിനെതിരെ വരുന്ന എന്താ കാര്യങ്ങളായിരുന്നാലും ഹല്ലേലൂയ അതിനെയൊക്കെ ജയിപ്പാനുള്ള ഒരു കൃപ. ഹല്ലേലൂയ. അവൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫെസ്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലുണ്ട്, അവന്റെ മഹത്വത്തിന്റെ 3:16 അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടൊന്ന് ബലപ്പെടണം. ഈ പുറമേയുള്ള മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പോകാതെ അകത്തെ മനുഷ്യനെ ഒന്ന് ചെയ്യുക, ബലപ്പെടുത്തണം. അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് കർത്താവ് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുന്ന അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അടുത്ത് ആ നിറവോട് നിറഞ്ഞു വരണം. ഹല്ലേലൂയ. ആ അകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെടണം. അതിനെന്ത് ചെയ്യണം? ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്ന് വസിക്കണം. ഹല്ലേലൂയ. ഒരു വരം നൽകണം കർത്താവേ. ഹല്ലേലൂയ. ആ സ്നേഹത്തിലൊന്ന് അടിസ്ഥാനപ്പെട്ട് എൻ്റെ വീതിയും നീളവും ആഴവും ഒന്ന് അറിയണം കർത്താവേ. എന്നെ ഒന്ന് അറിയിക്കുക കർത്താവേ. ഹല്ലേലൂയ. അതാണ് ബലാത്കാരികൾ എന്ത് ചെയ്യുക? സ്വർഗരാജ്യത്തെ ബലാത്കാരനെ എന്ത് ചെയ്യുക? അവകാശമാകുന്ന. ഹല്ലേലൂയ. നമ്മളെ ഇന്ന് സ്വർഗത്തിലാക്കിയിരിക്കുന്ന ഈ ലോകത്തിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടങ്ങ് അറ്റൻഷൻ അങ്ങ് പോകാതെ ഹല്ലേലൂയ വലിയ കാറും വലിയ വീടും ഒക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് മതിയെന്ന് വിചാരിക്കുക. അങ്ങ് വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ദ്രവ്യാഗ്രഹവും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുപിഴുന്ന ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീരും. ഹല്ലേലൂയ. എന്നാൽ ആ പരിജ്ഞാനം ഒന്ന് പ്രാപിക്കാൻ നമുക്കൊരാഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒന്ന് അറിയുവാൻ ഒരു ആഗ്രഹമുണ്ടോ?
ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആ നിറവോളം ഒന്ന് നിറഞ്ഞു വരുവാനുള്ള ഒരു ഉള്ളിലൊരു ആഗ്രഹം കർത്താവ് കൊണ്ടുവരുന്നുണ്ടോ? അതോ അല്ലേ നമ്മളെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് എന്റെയും കാര്യം, എന്റെ പിള്ളേരുടെ കാര്യം അതൊന്നും നടക്കുന്നില്ല, ആകെപ്പാടെ പോയേ എന്നുള്ള ഭാരത്തിൽ ഇരിക്കുകയാണോ? ഹല്ലേലൂയ. എല്ലാം ഇന്ന് കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, നിങ്ങൾ ഫസ്റ്റ് ഇന്നലെ ഞാൻ ആ വാക്കിനെ പറ്റി പറഞ്ഞ്, ഫസ്റ്റ് യു സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് righteousness, all these things will be added unto you. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, അവിടുത്തെ രാജ്യം ഞാൻ അന്വേഷിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആ ശലോമോൻ എന്ത് ചെയ്തു? കർത്താവിനോട് യാചിച്ചു. എന്ത് ചെയ്തു? ആ ആലയം പണിതിട്ട് ആലയം പണിതിന് മുമ്പേ രാജ്യഭാരം ഏറ്റെടുത്തപ്പോ, കർത്താവേ, എനിക്ക് ജ്ഞാനമില്ല, ഈ വലിയ സമൂഹത്തെ നയിക്കുവാൻ എനിക്കുള്ള ബുദ്ധിയില്ല, നിന്റെ പരിജ്ഞാനം എനിക്ക് തരണമേ. ഹല്ലേലൂയ. ആ പരിജ്ഞാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പരിജ്ഞാനം ഒന്ന് വരുമ്പോ ഹല്ലേലൂയ, ആ ക്രിസ്തുവിന്റെ ആ കർത്താവായിട്ട് നമ്മളെ വാഴിച്ചിരിക്കുക. ക്രിസ്തു നമ്മളിൽ വാഴണം. ഹല്ലേലൂയ. കർത്താവിന് എന്ത് ചെയ്യാം? നമ്മളെ ഇനി എന്ത് ചെയ്യാം? ആ പുതിയ 1000 ആണ്ട് വാഴ്ചയും നമ്മളെ രാജാക്കന്മാരാക്കി വെക്കാനാ. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് നമുക്ക് കിട്ടണമെന്ന് ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആ സ്വഭാവം അതുപോണക്കായിരിക്കണം. ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തോട് അനുസരണം ആയിരിക്കണം. ആ ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. അവൻ എന്ത് ചെയ്തു? ചോദിക്കുന്നതിന് നീ ചോദിക്കാത്തതുകൂടെ ഞാൻ എന്ത് ചെയ്യാ? നിനക്ക് തരുന്നു. ഹല്ലേലൂയ. അതാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. എന്നാൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും 3:20 ആത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. നമ്മിൽ ആ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. എങ്കില് നമ്മ എന്ത് ചെയ്യുക? ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ ആകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെട്ട് ഹല്ലേലൂയ ദൈവമായ അനുരൂപമായി സൃഷ്ടിച്ച ആ പുതിയ മനുഷ്യനെ ആ ക്രിസ്തു എന്ത് ചെയ്യുക? വിശ്വാസത്തിൽ നമ്മുടെ ഉള്ളിൽ വസിച്ച് ആ പുതിയ മനുഷ്യനൊന്ന് എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുക? അതിനായി രൂപാന്തരപ്പെടുത്തുക. ഹല്ലേലൂയ. ആ നീളവും വീതിയും ആഴമൊക്കെ ഒന്ന് അറിഞ്ഞ് ഹല്ലേലൂയ അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ഒന്ന് രൂപാന്തരപ്പെട്ട് ഹല്ലേലൂയ ഒന്ന് കർത്താവിന്റെ വരവിനായിട്ട് നാം ഒന്ന് ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യണം. അത് വേണ്ട. അതെങ്ങനെയാ? പൗലോസ് പറഞ്ഞ ചവറായിട്ട് എണ്ണീട്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ കർത്താവ് വരുന്നത് സ്വർഗത്തിലുള്ളത്. അതിനാണ് നിങ്ങളെ എന്ത് ചെയ്യുക? ഉയരത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിച്ചു കൊള്ളുക. ഈ ഭൂമിയിലുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഉയരത്തിലുള്ള ചിന്തിച്ച് ഒരു വാക്യം കൂടെ വായിക്കാം. 2 പത്രോസ് 1:3 തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവന്റെ ദിവ്യശക്തി പരിജ്ഞാനത്താൽ, വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ നമുക്ക് ദാനം ചെയ്തിരിക്കുക. അടുത്ത വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഹല്ലേലൂയ. അതിമഹത്തായ വാഗ്ദത്തങ്ങള്. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ അനുഗമിക്കുന്നവരും ഇരിക്കും, ജയിക്കുന്നവർ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. നാം ആ സ്വർഗീയ സിയോനെ, ആ മുത്തുമണികളാൽ നിർമ്മിതമായ ആ സ്വർഗീയ സിയോനെ എന്ത് ചെയ്യാം? നാം ഒന്ന് കാക്ഷിക്കണം. ഇന്ന് ട്രംപ് ഇവിടുന്ന് എങ്ങനെങ്കിലും ആ ഗ്രീൻലാൻഡ്, അമേരിക്കയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു ഭയങ്കര തണുപ്പുള്ള ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ്. അവിടെ ഡെൻമാർക്കിന്റെയാണ് ഈ ഗ്രീൻലാൻഡ്. എങ്ങനെങ്കിലും ഗ്രീൻ കാർഡ് കിട്ടിയ പുള്ളിക്ക് ഉറക്കം വരുന്നത്. ഞാൻ വിചാരിക്കുകയാണ്, ഈ വയസ്സാം കാലത്ത് ഇങ്ങേർക്ക് 80 വയസ്സോളം ഉണ്ട്, ഇങ്ങേർക്ക് ഈ ഗ്രീൻ കാർഡ് വാങ്ങിച്ച അങ്ങേരുടെ കാലശേഷം എത്ര വർഷം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു 1000 വർഷം കൂടെ ജീവിച്ചിരിക്കുന്നെന്ന് വിചാരിച്ചായിരിക്കും. ഈ ഗ്രീൻലാൻഡ് എങ്ങനെയെങ്കിലും കർത്താവിന്റെ വരവിലൊന്ന് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ടോ? ഇല്ല. അവനെ എങ്ങനെയും കൊന്നിട്ട് എങ്ങനെയും ഇടിച്ചു പറിച്ചോ ചേർത്തോ ആ ഗ്രീൻലാൻഡ് എടുക്കണം. ഹല്ലേലൂയ. ഇതാണ് ലോകത്തിലേക്കുള്ള ചിന്ത. അവര് അതിന്റെ ഉടമസ്ഥൻ ഡെൻമാർക്കുകാരാ. അവര് പറഞ്ഞ് ഞങ്ങള് മിലിറ്ററി അങ്ങോട്ട് ഇറക്കി വിടും, അങ്ങനെ ഇങ്ങനെ. കണ്ടോ, എല്ലാം കൂടെ ഉള്ള സമാധാനം കളയുക. എന്നാല് ഈ ലോകത്തിലേക്കുള്ള, അതാണ് പറഞ്ഞത്, ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ആ ദിവ്യ സ്വഭാവത്തിനൊന്ന് കൂട്ടാളിയായി തീരുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പറ്റി ആഗ്രഹിക്കുക. നമുക്കതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ത് സംഭവിച്ചോട്ടെ, മല ഇളകിയാലും അതിന്റെ വെള്ളം ഇരച്ച് കലങ്ങിയാലും ഭൂകമ്പം ഉണ്ടായി എന്ത് ഉണ്ടായാലും
നാം ഭയപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവില. ഈ ലോകത്തിലേക്കുള്ള അടിസ്ഥാനം വെച്ചുകൊണ്ടിരുന്നാല് ലോകത്തിന് എന്ത് സംഭവിക്കുന്നു ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ അവസ്ഥ എല്ലായിരിക്കും പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ എന്ത് ചെയ്യുക, സംഭവിക്കാനുള്ളതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നേ? വേഗത്തിലാ സംഭവിക്കുന്നേ. നമ്മൾ നിൽക്കുന്ന നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറിമറിയാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ, കർത്താവേ എനിക്ക് എൻ്റെ വിശ്വാസം ഒന്ന് കൂട്ടി വീര്യത്തോടൊന്ന് കൂട്ടി പരിജ്ഞാനം കൂടെ, ആ കർത്താവിന്റെ ആ പരിജ്ഞാനം, ആ കർത്താവിന്റെ നിറവോളം ഒന്ന് നിറയാനുള്ള പരിജ്ഞാനം, ഹല്ലേലൂയ, എൻ്റെ വിളിയാലുള്ള ആശ അന്ന് അറിയാനുള്ള പരിജ്ഞാനം കർത്താവേ നീ എനിക്ക് തരണമേ. ഹല്ലേലൂയ, ഇന്ദ്രിജയം, അതോടെ സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, ഇതൊക്കെ ഒന്ന് കൂട്ടി ആ ദൈവ സ്നേഹത്തിലൊന്ന് ആഴത്തിലൊന്ന് ക്രിസ്തുവിലൊന്ന് വേരൂന്നി ഒന്ന് വളരുവാനുള്ള കൃപ കർത്താവേ തരണമേ. പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നത് എങ്ങനാ? ഇങ്ങനെ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ പരിജ്ഞാനം സംബന്ധിച്ച് നിഷ്ഫലന്മാരായിരിക്കയില്ല. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിന്റെ വരവിലേക്കുള്ള, ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഈ ദിവസങ്ങളിലെ ധാരാളമായി പ്രാപിക്കണം. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എന്താ? സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുക, അല്ലേ? എങ്ങനെയാണ് തേജസ്സാകുന്ന 8-ാം അധ്യായത്തിലെ അതിന്റെ അവസാനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? സകല സൃഷ്ടിയും അതിന്റെ 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ അറിയുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. താഴത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സർവസൃഷ്ടിയും 22-ാം വാക്യം, സർവസൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്തിനു വേണം ജനങ്ങണം? അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ആത്മാവാകുന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഹല്ലേലൂയ. ഞരങ്ങുന്ന പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി നീ പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 17-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. നാം ദൈവത്തിന്റെ മക്കളാകുന്നു, ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് അവകാശികളും തന്നെ. നാം അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഹല്ലേലൂയ. അല്പ കഷ്ടതകളൊക്കെ നമുക്ക് ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്നത് എന്താ? കഷ്ടത സിദ്ധതയും പ്രത്യാശയും ഇല്ലേ? വാക്യത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? തേജസ്സിനെയും എന്ത് ചെയ്യാ? ദൈവത്തിന്റെ തേജസ് നമ്മളിലേക്ക് ഒന്ന് വരുവാനുള്ള ചെറിയ ഒരച്ചൊക്കെ എന്ത് ചെയ്യാ? മിനുക്കുക. ഈ കഷ്ടതയിൽ കൂടെ, തീച്ചുകളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളൊന്ന് രൂപാന്തരം പ്രാപിക്കുക. അത് ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മെ നയിക്കുക. ഹല്ലേലൂയ. അപ്പൊ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. കഷ്ടങ്ങൾ അതുകൊണ്ടാ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ദുഃഖം സാരമില്ല. കർത്താവ് ഒരു ഭവനം നമുക്ക് ഒരുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കാൻ നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ആ വാഗ്ദത്തം നിന്നിട്ടാ കർത്താവ് പോയത്. ഹല്ലേലൂയ. ഞാൻ വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ നിങ്ങൾ കാണുന്നു പോയി അവൻ എന്ത് ചെയ്യാ? അതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവിനെ നോക്കി നാം ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, വരവ് വരുമ്പോൾ കർത്താവേ എന്റെ ശരീരം, ദേഹം, 2 തെസ്സലോനി 5:23 എങ്ങനെ വായിച്ചേക്കുന്നേ? 1 തെസ്സലോനി 5:23 വാക്യം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അനിത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ വളഞ്ഞു വീഴുവാൻ നമ്മെ അനുവദിക്കത്തില്ല. ആ സ്വർഗീയ ഭവനത്തിലെത്തി കർത്താവിന്റെ മുഖം കണ്ട് ആ തേജസ്സാകുന്ന എന്താണ്? ആ കർത്താവിന്റെ മുഖം എന്ത് ചെയ്യാ? തേജസ്സാകുന്ന മുഖം പ്രതിഫലിക്കുന്ന എങ്ങനെയാ? ആ തേജസ് പോണൊക്കെ കർത്താവിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാൻ
കർത്താവേ നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഒരു ഊനമില്ലാത്ത ഒരു മണവാട്ടിയെ കർത്താവ് ചേർക്കാൻ വരുന്നത്. കറകളങ്കം ചുളുക്കമൊന്നുമില്ല. ആ കർത്താവിന്റെ മുഖം അതുപോലെ പ്രകാശിപ്പിക്കണം നാം. അതേ സ്വഭാവത്തിന്, അതാണ് ആ ദിവ്യ സ്വഭാവത്തിന് എന്ത് ചെയ്യണം? നാം കൂട്ടാളികളെ ആകണം. അതെ, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലി, എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇച്ചിരി കടുപ്പമായിട്ടുള്ള ഇച്ചിരി കേൾക്കാനൊക്കെ ഒന്ന് അത്ര സുഖമാണ്. നല്ല നല്ല ടെസ്റ്റിമണികളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള റൂട്ട് മാപ്പാ. ഇതൊക്കെ ഇല്ലെങ്കിൽ ആ ജസ്റ്റിഫിക്കേഷനും വീണ്ടെടുപ്പ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, അത് വീണ്ടെടുത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ കൂടെ ഒന്നും കടന്നു പോകാതെ നമ്മൾ സ്വർഗത്തിലോട്ട് പോകാൻ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇതെങ്ങനെ എങ്ങനെ സാധിക്കുന്നു? ഇതിനെന്താണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടു, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിച്ചു, സ്വർഗത്തിൽ സീറ്റ് റെഡിയായി, ഇനി ഞാൻ എങ്ങനെയും പൊക്കോട്ടെ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. കാഹളനാദം കേൾക്കുമ്പോൾ ആ ശബ്ദം നാം ഒന്ന് കേൾക്കണം. ആ പരിജ്ഞാനത്തെ പറ്റിയൊക്കെ ഒന്ന്, ആ കർത്താവിന്റെ ആ നിറവോളമൊക്കെ ഒന്ന് നിറഞ്ഞു വരണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാറുള്ളൂ? ആ എൻട്രി ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെന്ന് പോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കിടന്ന് കറങ്ങുമെന്നാണ് പലരും പറയുന്നത്. നമുക്കറിയത്തില്ല, നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാം. അവിടുത്തെ വചനം എല്ലാം ഹല്ലേലൂയ. ആകാശം ഭൂമി മാറിപ്പോയാലും അവിടുത്തെ വചനം മാറുന്നില്ല. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവിൽ അടിസ്ഥാനപ്പെട്ട് ഹല്ലേലൂയ അവിടുത്തെ ആ തേജസ്സിന്റെ സ്വരൂപം ഹല്ലേലൂയ പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് വെളിപ്പെടുമ്പോൾ, ആകാശമേഘത്തിൽ വിടുമ്പോൾ അവനെതിരേൽപ്പാൻ നാം ഒരുമിച്ച് ഹല്ലേലൂയ അവനെ എതിരേക്കും. എങ്ങനെ 1 തെസ്സലോനിക്കയിൽ പറഞ്ഞിരിക്കുന്നേ? ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ഹല്ലേലൂയ. മുമ്പ് ഉയർത്തും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആ രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കണം. ഹല്ലേലൂയ. ആത്മാവ് അതിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ഒന്ന് പകരണമേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനപ്രകാരം കർത്താവേ ആ ആത്മാവിന്റെ ശക്തി കർത്താവേ ഒന്ന് പ്രാപിച്ച് കർത്താവേ ആ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ പ്രാപിക്കാൻ കർത്താവേ പരിശുദ്ധാത്മാവേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ വരവിന്റെ ശക്തി കർത്താവേ ഹല്ലേലൂയ സമയം ഏറ്റവും അടുത്തിരിക്കുന്നെന്ന് അറിയുന്ന കർത്താവേ. ഹല്ലേലൂയ. കാഹളനാദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഈ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ ആ ദിവ്യ ശരീരത്തിനോട് അനുരൂപമായി തീരുവാൻ കർത്താവേ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിന് വിരുദ്ധമായി വരുന്ന എല്ലാ ബന്ധനങ്ങളെ കർത്താവേ ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ കർത്താവേ. ആ മുട്ടുപടങ്ങൾ കർത്താവേ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മുട്ടുപടങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ കർത്താവേ. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവേ. ആ തേജസ്സിന്റെ ആ ആഴങ്ങൾ കർത്താവേ ആ സ്വരൂപത്തോടെ ഹല്ലേലൂയ അനുരൂപമായി തീരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ സന്നിധി നിഷ്കളങ്കരും ഹല്ലേലൂയ നിർമ്മലനുമായി തീരണമേ കർത്താവേ. നീ ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. ആ വിളിക്ക് അനുസരണമായി കർത്താവേ ഹല്ലേലൂയ അപ്പാ ഒരു ജീവിതം ചെയ്യുവാൻ കർത്താവേ ആ തേജസ്സിന്റെ അപ്പാ ശരീരം ഒന്ന് തേജസ്സിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഫോക്കസ് ഞങ്ങളുടെ കർത്താവിലായിരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളാമ്പലയിൽ ഇരിക്കുന്നവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എല്ലാ ശാപങ്ങളും രോഗങ്ങളും നീങ്ങിപ്പോയി കർത്താവേ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞങ്ങൾ അംഗീകരിക്കുന്നു കർത്താവേ. ആ ജീവൻ തരുന്ന ദൈവത്തിന്റെ ആ ജീവന്റെ രക്തം ഹല്ലേലൂയ ഞങ്ങൾ വിശ്വാസത്താൽ ഹല്ലേലൂയ ഞങ്ങൾ കർത്താവേ അത് കുടിച്ച് ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഞങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. വചനത്താൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവേ കർത്താവിന്റെ വരവിൽ കർത്താവേ മുന്നണിയായി നിൽപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബമായിട്ട് കർത്താവ് സഹായിക്കണമേ അപ്പാ. ഞങ്ങളുടെ ഫോക്കസ് അതിലേക്ക് ഈ ദിവസങ്ങളായിരിക്കട്ടെ കർത്താവേ. ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. മാനവും മൂത്തം കർത്താവേ നിനക്ക് തരുന്നു. അടികൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ജോർജ് ബ്രദർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.
കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പാണ് കർത്താവിന്റെ ദാസനെ വിളിച്ച് പറയുവാനൊക്കെ നമ്മുടെ എത്രത്തോളം സമയം കർത്താവിന്റെ വചനം സംസാരിപ്പാൻ ഹല്ലേലൂയ ദൈവം കൊടുത്ത കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും വിധ വചനങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിപ്പാനൊക്കെ ഇടയായി തീർന്നല്ലോ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മളിവിടെ എന്തെങ്കിലും നേടിക്കൂട്ടുന്നു എന്നുള്ളതല്ല, നമുക്കൊരു നിത്യതയുണ്ട്. നാം അവിടെ എത്തപ്പെടേണ്ടതിന് ദൈവത്തിന്റെ വചനം അതനുസരിച്ച് നാം കേട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഓരോ ദിവസവും വചനത്താൽ പണിയപ്പെടുന്നവരായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരുവാനും കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് മുമ്പ് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, അതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. വചനപ്രകാരം ഓരോ ദിവസവും നാം പണിയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരുവാനും കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നാം പണിയണം. വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്, വചനത്താൽ കഴുകൽ പ്രാപിച്ച്, വചനത്താൽ നമ്മുടെ ജീവിതത്തെ പണിതെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തുവാനും കഴിയുകയുള്ളൂ. നമ്മുടെ പ്രത്യാശയെല്ലാം നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അപ്പം അതിനനുസരിച്ച് ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിത് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേട്ട വചനത്തിനുമേ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ആ തേജസ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാനൊക്കെ വേണം കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഓരോ ദിവസവും നമ്മളെ തന്നെ ഇത് കണ്ടുണരുവാണ്ടൊക്കെ വേണം. ഹല്ലേലൂയ. നമ്മളെ ചെന്ന് ശോധന ചെയ്ത് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ജോയിൻ ചെയ്ത ദൈവമക്കളെ ഓർക്കാം. ദൈവദാസന്മാരും കർത്താവ് എല്ലാവരെയും സഹായിക്കും. ഡാൾസിനും കേരളത്തിലും എല്ലാ പ്രിയപ്പെട്ട വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുവാൻ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവോടൊന്ന് പകരേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെ ഓർത്ത് ലാലി ആന്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗപിതാവേ, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവേ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ദൈവമേ തന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തല്ലോ. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കർത്താവെ. എന്നാൽ മൂടുപടം നീങ്ങിയ സമൂഹത്ത് ഹല്ലേലൂയ കർത്താവിന്റെ ദേശത്തിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതാകിയാൽ നാം എല്ലാവരും കർത്താവെ ആത്മാവാകുന്ന കർത്താവിന്റെ ഹല്ലേലൂയ ദാനമായ കർത്താവെ ഹല്ലേലൂയ തേജസ് പ്രാപിച്ച് ഹല്ലേലൂയ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ഒരു സമയം വരുമല്ലോ കർത്താവെ. അതിനായി ഞങ്ങളെല്ലാം കർത്താവെ കാത്തിരിക്കുവാനും കർത്താവെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തോട് കർത്താവെ വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം ഹല്ലേലൂയ ഇന്ദ്രിയത്തോട് കർത്താവെ സ്നേഹവും കർത്താവെ കൂട്ടിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധി ദൈവമേ